അല്പസമയ ചിന്തയ്ക്കായ ഒരു വചനഭാഗം വേഗത്തിൽ നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 24-ാമത് വാക്യം. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. വായിച്ച വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ ദൈവത്തിന്റെ സ്തോത്രം. വായിക്കാൻ സ്തോത്രം. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട്. ആമേൻ. പുത്രനായ ക്രിസ്തു പിതാവായ ദൈവത്തോട് പറയുന്ന ഒരു ഭാഗമാണ്. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം. ആമേൻ. സ്തോത്രം. പുത്രന് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന്. നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന്. ആമേൻ. നീ എനിക്ക് തന്നിട്ടുള്ള ജനം കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ മക്കളെ ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, ഇങ്ങോട്ട് നോക്കരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പുത്രനായ യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ആരെക്കുറിച്ചാ ആഗ്രഹം? ആരെക്കുറിച്ചാ? നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ദൈവത്തിന് ഇന്ന് പകൽ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മുടെ ഹൃദയത്തിൽ നോക്കി എത്ര ആഗ്രഹമുള്ളത്? എണ്ണിയാൽ തീരാത്ത ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ദൈവത്തിന് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഭൂമിയിൽ വരാൻ ദൈവത്തിന് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. അവൻ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചത് ഒറ്റ ആഗ്രഹത്തിന് വേണ്ടിയാ. നമുക്ക് വേണ്ടി ജീവനെ തന്നത് ഒരൊറ്റ ആഗ്രഹത്തിന് വേണ്ടിയാ. എന്താ ദൈവത്തിന്റെ ആഗ്രഹം? ഹല്ലേലൂയ. എന്താ ദൈവത്തിന്റെ ആഗ്രഹം? സ്തോത്രം. പിതാവ് പുത്രന് കൊടുത്ത മഹത്വം ആര് കാണണം? കാരണം ഞാൻ പറയുന്നത് അവൻ ദൈവത്തിൻ്റെ ഹൃദയമാണ്, ദൈവത്തിൻ്റെ ചിന്തകളാണ്, ദൈവത്തിൻ്റെ. പുത്രൻ്റെ ആഗ്രഹം എന്താ? പുത്രൻ്റെ ഒരൊറ്റ ആഗ്രഹം, പിതാവായ ദൈവം തൻ്റെ പുത്രന് കൊടുത്ത മഹത്വം ആര് കാണണം? ഓ, നമുക്ക് എത്ര പേർക്ക് അത് ചിന്തിക്കാൻ പറ്റും, എത്ര പേർക്ക് അത് ഗ്രഹിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. സ്തോത്രം. നിങ്ങളത് പിടിച്ചോണം. ഹല്ലേലൂയ. അപ്പോൾ പിതാവായ ദൈവം തൻ്റെ പുത്രന് കൊടുത്ത മഹത്വം ആര് കാണണമെന്ന് ആഗ്രഹിക്കുന്നു? നമ്മൾ കാണണമെന്ന് ആരാഗ്രഹിക്കുന്നു? പുത്രനായ ക്രിസ്തു വിചാരിക്കുന്നു. അതുകൊണ്ട് പറയുന്നു, സ്തോത്രം, കർത്താവേ, നീ എനിക്ക് തന്നിട്ടുള്ളത് കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ. ദൈവത്തിന്റെ ആഗ്രഹം എന്താ? പുത്രനായ ദൈവം ഇരിക്കുന്ന ഇടത്ത് ആരിരിക്കണം? കർത്താവ് പറയാ, ഞാൻ ഇരിക്കുന്ന ഇടം. ഈ ഞാൻ എന്ന് പറഞ്ഞാൽ ആരാ? ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്ന. സ്തോത്രം. ഞാൻ എന്ന വാക്കിന് ഭയങ്കര പവറാണ്. മോശ ചോദിച്ചു, ദൈവമേ, ഫറവോന്റെ അടുക്കൽ ചെന്ന് ഞാൻ സ്തോത്രം ഈ ഇസ്രായേൽ ജനത്തെ വിട്ടുതരണമെന്ന് പറയുമ്പോൾ നിന്നെ ആരാ അയച്ചെന്ന് ചോദിച്ചാൽ ഞാൻ ഫറവോനോട് നിന്റെ പേരെന്ത് പറയും? അവ പറഞ്ഞു, ഞാനാകുന്നവൻ. സ്തോത്രം, സ്തോത്രം. ഞാനാകുന്നവൻ എന്ന് പറഞ്ഞാൽ അവന് തുല്യം പറയാൻ വേറൊരാളില്ല. ഇന്ന് പകൽ ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവത്തിന് പകരം വെക്കാൻ വേറൊരാളില്ല. അപ്പോൾ ഞാനാകുന്നവൻ ഞാനാ, എനിക്ക് തുല്യം പറയാൻ വേറെ ആരുമില്ല. ഹല്ലേലൂയ. ഗദസമനയിൽ കർത്താവ് 18-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചേ.
ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്തു വീണു. നിങ്ങൾ മതി. സ്തോത്രം. കർത്താവിനെ പിടിക്കുവാൻ ഗെത്സമനയിൽ യൂദയുൾപ്പെടെ ഒരു സൈന്യം ഗെത്സമനയിൽ വന്നു. കർത്താവ് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? അത് നസ്രയനായ യേശുവിനെ. കർത്താവ് പറഞ്ഞു, അവൻ ഞാൻ തന്നെ എന്ന്. യേശു പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്നവർ ഞാൻ തന്നെ. ഇത് പറയുകയും ഇവരെല്ലാം തെറിച്ചു വീഴുകയും ചെയ്തു. തൊടാൻ പറ്റുകയില്ല. ആ നാമത്തെ തൊടാൻ ഇന്ന് പകൽ ആരുടെ അടുക്കല നിങ്ങളെ ഇരുത്താൻ പോകുന്നതെന്ന് അമ്മ സ്തോത്രം ഞാൻ പറയുക. ആരുടെ അടുക്കല ദൈവം ഇരുത്താന്ന് പറഞ്ഞേ? അവൻ ഞാനെന്ന് പറഞ്ഞപ്പോൾ സകല മനുഷ്യരും അവൻ തെറിച്ചു വീണുപോയെങ്കിൽ അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് പകൽ ഞാനും നിങ്ങളും അറിയാതെ പോകരുത്. ഇന്ന് പകൽ അത് ആമേൻ ഹല്ലേലൂയ, ആ അത്യന്ത ശക്തിയുള്ളവന്റെ അടുക്കൽ നമ്മളെ ഇരുത്തുവാൻ ദൈവത്തിന് ഒരൊറ്റ ആഗ്രഹം, എന്നെയും നിങ്ങളെയും എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ ഇരുത്തണം. ഇരുത്തിയിട്ട് പിതാവ് പുത്രന് കൊടുത്ത മഹത്വത്തെ എന്ത് ചെയ്യണം? ഇന്നും പകൽ ഈ മഹത്വത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കാൻ നമുക്കൊരവസരം തരിക എന്ന് പറഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ, ചെറിയൊരു കാര്യമല്ല. ഇന്ന് പകൽ ഞാൻ ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത നന്മകളെ വലിയൊരു പ്രസംഗമല്ല. ഇന്ന് പകൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ചില നന്മകൾ ഓർത്ത് പ്രാർത്ഥിക്കാനാണ് ഇന്ന് പകൽ ഞാൻ ശരണപ്പെടുന്നത്. 17:2 മുതൽ ഒന്ന് വായിച്ചേ. നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും, ശ്രദ്ധിച്ച് കേൾക്കണേ, നീ അമ്മേ സ്തോത്രം, അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന്, ആമേൻ, പുത്രനായ ക്രിസ്തു നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നു. ആമേൻ, നീ സകല ജഡത്തിന്മേലും അവന് അധികാരം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം ആമേൻ സ്തോത്രം നമുക്ക് നിത്യജീവൻ തരേണ്ടതിന് ആമേൻ സ്തോത്രം പുത്രന് സകല ജഡത്തിന്മേലും എന്ത് കൊടുത്തു? അധികാരം കൊടുത്തു. ഇന്ന് പകൽ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ അധികാരത്തെ നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. പുത്രൻ എന്തുണ്ട്? അധികാരമുണ്ട്. ഇന്ന് പകൽ ദൈവകുഞ്ഞ് നിന്റെ ജീവിതത്തിന് വിരോധമായി നിൽക്കുന്ന അന്ധകാര ശക്തികളെ വീഴ്ത്താൻ അവൻ അധികാരമുണ്ട്. ശിഷ്യന്മാർ രോഗികളുടെ മേൽ കൈവയ്ക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ, ആ പുത്രൻ കാണുകയെ സാത്താൻ മിന്നൽ പോലെ വീഴുന്നത് അവൻ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഇതിനകത്തിരുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവകുഞ്ഞൻ നിനക്ക് വിരോധമായി നിൽക്കുന്ന ചില അദൃശ്യ മണ്ഡലങ്ങളിൽ നിന്ന് പോരാടുന്ന, നിനക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വെല്ലുവിളിയായി നിന്ന് മറഞ്ഞു നിന്ന് പോരാടുന്ന അന്ധകാര ശക്തികൾ ഇന്ന് പകൽ ചിലത് അത് വീഴും. കാരണം അവന്റെ മേൽ അധികാരമുണ്ട്. ഞാൻ പറയുന്നു, ഇന്ന് പകൽ ഞാൻ ആരാധിക്കുന്ന എന്റെ സർവശക്തനായ ദൈവത്തിന് ആമേൻ പിതാവായ ദൈവം സകലത്തിന്മേലും അധികാരം കൊടുത്തു. ഹല്ലേലൂയ. ഒരു അധികാരമുള്ളവനെ ആരാധിക്കാൻ, ഒരു അഭിഷേകമുള്ളവനെ ആരാധിക്കാൻ ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങൾക്കും കിട്ടിയ ഭാഗ്യത്തെ ഓർത്ത് പുത്രന് അധികാരം കിട്ടി. എന്തിനാ? നിത്യജീവനെ കൊടുക്കാൻ. ഹല്ലേലൂയ. അങ്ങനെ ആ പുത്രന്റെ കയ്യിൽ നിത്യജീവൻ കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിരുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. ആമേൻ. എന്താ നിത്യജീവൻ? ആമേൻ. യേശു ക്രിസ്തുവിനെ അറിയുന്നതാ, ക്രിസ്തുവിനെ അറിയുന്നതാ നിത്യജീവൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആമേൻ കർത്താവ് പറഞ്ഞത്, ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാ ലോകം പറയുന്നത്?
ആമേൻ. ശിഷ്യന്മാർ ഒത്തിരി മറുപടി പറഞ്ഞു അല്ലേ. നീ പ്രവാചകനെന്നും ആമേൻ സ്തോത്ര ഹല്ലേലൂയ പല പേരുകൾ പറഞ്ഞു. കർത്താവ് ചോദിച്ചു, അല്ല മറ്റുള്ളവരുടെ അഭിപ്രായമല്ല, നിങ്ങൾ ആമേൻ സ്തോത്രം ഞാൻ ആരെന്ന് നിങ്ങൾ പറയുന്നു. ഹല്ലേലൂയ. എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഹല്ലേലൂയ. കർത്താവ് ഉടനെ പറഞ്ഞു, ഈ വെളിപ്പാട് ജഡരക്തങ്ങൾ അല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, ഇത് സ്വർഗ്ഗത്തിലെ പിതാവല്ലാതെ എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന വെളിപ്പാട് ദൈവം ഒരുവന് തരാതെ അത് ലഭിക്കത്തില്ല. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന ആമേൻ യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാ. അടുത്ത വാക്യം പറയുന്നു, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എന്നെ ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി എന്ത് ചെയ്തിരിക്കുക? തികച്ചിരിക്കുന്നു. ആമേൻ. ദൈവത്തെ എങ്ങനെയാ മഹത്വപ്പെടുത്തുന്നത്? എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? നമ്മളെങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം അങ്ങനെയാണോ മഹത്വപ്പെടുത്തുന്നത്? എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? അവരുടെ നാമത്തെ അങ്ങനെയാണോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? കൈ ഉയർത്തിയാണോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? അമ്മ എഴുന്നേറ്റ് നിന്നാണോ ദൈവത്തെ? എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? പുത്രൻ എങ്ങനെയാ മഹത്വപ്പെടുത്തിയത്? പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച പ്രവൃത്തി. എങ്ങനെയാ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? ദൈവം നമ്മളെ ഏൽപ്പിച്ച പ്രവൃത്തി തികയ്ക്കുന്നതാണ്. മനസ്സിലായില്ല. എനിക്ക് മുമ്പോട്ട് പോയില്ലേലും കുഴപ്പമില്ല, ഇത് മനസ്സിലാകണം. എങ്ങനെയാ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത്? ദൈവം നമ്മളെ ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്യുമ്പോൾ പിടികിട്ടി വരുന്നതേ ഉള്ളൂ. പതിയെ പിടികിട്ടിയാൽ മതി. പതിയെ ആയാലും ഇത് പിടികിട്ടിയാൽ മതി. എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? പാട്ടുപാടിയാണോ? പ്രസംഗിച്ചാണോ? സ്തോത്രം പറഞ്ഞാണോ? ഉറച്ചല്ലേലൂയ പറഞ്ഞാണോ? എങ്ങനെയാ പുത്രൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയത്? അവനെ ഏൽപ്പിച്ച പ്രവൃത്തി തികച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇന്ന് പകൽ ഞാൻ ചോദിക്കുന്നത്, നമ്മളിൽ നിന്നൊരു മഹത്വം വെളിപ്പെടുമോ? നമ്മളിൽ നിന്നൊരു മഹത്വം നമ്മളെ തന്നെ ശോധന. ആത്മീകൻ ഇത് സഭാരാധന ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുന്നത്. ആത്മീകൻ എല്ലാം പോയതാ. സ്തോത്രം. ആത്മീകൻ തന്നെ താൻ വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. അപ്പൊ ഇന്ന് പകൽ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? അവൻ എന്ത് ചെയ്തോണം? വിവേചിച്ചോണം. ഞാൻ ചോദിക്കുന്ന, ഇന്ന് പകൽ എന്നിൽ നിന്നൊരു മഹത്വം ഉയരുന്നുണ്ടോ? ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ചെയ്യുന്നെങ്കിൽ എന്തുണ്ട്? മഹത്വം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നമ്മളെ തന്നെ ശോധന ചെയ്തേ. നമ്മളിൽ നിന്നൊരു മഹത്വം ഉയരുന്നുണ്ടോ? നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ആരാധന പറയുന്നതല്ല മഹത്വം. അത് മഹത്വം അല്ലെന്നല്ല പറഞ്ഞ, അതല്ല മഹത്വം. പിതാവ് പുത്രനെ ഏൽപ്പിച്ച പ്രവൃത്തി തികച്ചാണ് പുത്രൻ ആരെ മഹത്വപ്പെടുത്തിയത്. ആമേൻ. ദൈവം ഏൽപ്പിച്ച കാര്യം ചെയ്താൽ അത് മഹത്വമാണ്. ഇനി പ്രത്യേക ഒരു മഹത്വം വരാനില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഈ ആരാധനയ്ക്കകത്ത് ഒരു മഹത്വം സ്വർഗത്തെ ചലിപ്പിക്കണം. എന്നിൽ നിന്നൊരു മഹത്വം എന്ത് ചെയ്യണം? നമ്മളിൽ നിന്ന് എന്തോ ഉയരണം? ഒരു മഹത്വം ഉയരണമെങ്കിൽ അവൻ നന്മയേൽപ്പിച്ച കാര്യങ്ങൾ, അവൻ നമ്മിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ. വചനം പറയുന്നു, നിന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് എന്ത് ചെയ്യണം? ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. സമയം ഇനി നമ്മുടെ മുമ്പിലില്ല. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്ന് പകൽക്കാലം ഞാൻ തിരിച്ചറിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം അവന് മഹത്വം കൊടുക്കാൻ പറ്റും. പറയണം, കർത്താവേ, നീ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ, നീ എന്നെ ഏൽപ്പിച്ചത്, അത് പാടാനാണെങ്കിൽ, അത് പ്രാർത്ഥിക്കാനാണെങ്കിൽ, അത് സുവിശേഷം പറയാനാണെങ്കിൽ, അത് പ്രസംഗിക്കാനാണെങ്കിൽ, അത് ആമേൻ സ്തോത്രം ചർച്ചിൽ ആമേൻ ചെയറിടുന്ന കാര്യമാണെങ്കിൽ, എന്നെ ഏൽപ്പിച്ചത് കർത്താവേ ഞാനത് ചെയ്ത് നിന്നെ മഹത്വപ്പെടുത്തും. ഇന്ന് പകൽ എത്ര പേരുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ അങ്ങനെ ഒരു മഹത്വം വെളിപ്പെടും?
ആറാം പറയുന്നു, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ എനിക്കുള്ളവർ ആയിരുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവർ നിനക്കുള്ളവർ ആയിരുന്നു, നീ അവരെ എനിക്ക് തന്നു. അവർ നിന്റെ വചനം. പിതാവിനോട് പറയാ, പിതാവേ, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ അവർ നിനക്കുള്ളവരാണ്, പക്ഷെ നീ അവരെ എനിക്ക് തന്നു. അവർ നിന്റെ വചനം. ദൈവം പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി സ്തോത്രം മധ്യസ്ഥ ചെയ്യുക. ഹല്ലേലൂയ. ഞാൻ പറയുന്ന പകൽ നമുക്ക് വേണ്ടി ആരും തുണ നിൽക്കാനില്ലെങ്കിലും, ആരും നമുക്ക് വേണ്ടി തുണ നിന്നില്ലെങ്കിലും, ഇന്ന് പകൽ നമുക്ക് വേണ്ടി തുണ നിൽക്കുന്ന ഒരു കർത്താവ് ഇന്ന് പകൽ ദൈവകുഞ്ഞ് നിന്റെ അടുത്ത് നിൽപ്പുണ്ട്. ഹല്ലേലൂയ. അവൻ നിനക്ക് തുണ നിൽക്കും, അവൻ നിനക്ക് തുണ നിൽക്കും. ആമേൻ, ഹല്ലേലൂയ. പിതാവിന്റെ സന്നിധിയിൽ ആമേൻ, ആ നല്ല കർത്താവ് നമുക്ക് വേണ്ടി തുണ നിൽക്കും. അടുത്ത വചനം പറഞ്ഞു, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ട് ഞാൻ സ്തോത്രം നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ടും അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് അവരെന്ത് ചെയ്തിരിക്കുന്നു? അവർ വിശ്വസിച്ചിരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ആർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു? ഇന്ന് പകൽ രക്ഷിക്കപ്പെട്ട ദൈവകുഞ്ഞൻ നിനക്ക് വേണ്ടി അപേക്ഷിക്കാൻ. ആമേൻ, ഹല്ലേലൂയ. ഒരു ഉപേക്ഷിക്കാത്ത ദൈവമുണ്ടെന്ന ഇന്ന് പകൽ ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ആ ദൈവം പറയുക, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ലോകത്തിന് വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടിയത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. യേശു പറയാ, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഇന്ന് പകൽക്കാലവും പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം പറയുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. സങ്കടപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. ദൈവകുഞ്ഞെ, നീ മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ നീ ഭാരപ്പെട്ടു പോകുന്നു. പക്ഷേ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, അതുകൊണ്ട് വചനം പറഞ്ഞ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം എന്ത് ചെയ്തിട്ടില്ല? അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. നിനക്ക് വേണ്ടി അപേക്ഷിക്കുന്ന പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് പകൽക്കാലം ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഹൃദയത്തിൽ ആശ്വസിക്കാൻ പറ്റും? എത്ര പേർക്ക് സമാധാനത്തെ കൈക്കൊള്ളാൻ പറ്റും? അടുത്ത വാക്യം ഇങ്ങനെ പറഞ്ഞു, ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. ആമേൻ, സ്തോത്രം. കർത്താവ് പറയുക, ആമേൻ, സ്തോത്രം, ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കില്ല. കർത്താവ് സ്വർഗാരോഹണത്തിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാ. ഇനി ഞാൻ ഈ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ആമേൻ, സ്തോത്രം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം ദാനം ചെയ്ത ആമേൻ ഈ ജനമോ ആമേൻ ഈ ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. ആമേൻ, സ്തോത്രം, വരുന്നു. അടുത്ത് പറയുക, പരിശുദ്ധാത്മാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണം. സ്തോത്രം. നിത്യജീവനെ തന്ന് വഴിയിൽ ഇറക്കി വിട്ടേച്ചു പോയില്ല. നമ്മളെ കുടുംബക്കാർ ആമേൻ, ഹല്ലേലൂയ, എത്രയോ പേരെ ആമേൻ ഈ സുവിശേഷം സ്വീകരിച്ചുകൊണ്ട് കുടുംബക്കാർ ഇറക്കി വിട്ടു. നമ്മുടെ കർത്താവ് നമ്മളെ അനാഥരായി വിട്ടിട്ടില്ല. അവൻ ഹല്ലേലൂയ പറയുക, ഇനി ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോവുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവേ, ഇവരെ നീ കാത്തുകൊള്ളണം. പരിശുദ്ധാത്മാവേ, ബാംഗ്ലൂർ പട്ടണത്തിനകത്ത് എന്റെ ജനത്തെ നീ കാത്തുകൊള്ളണം. ഇന്ന് പകൽ ഏതൊക്കെ കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിന്റെ കാവലുകൾ, ദൈവത്തിന്റെ കരുതലുകൾ ഈ വിശുദ്ധ ദിവസത്തിൽ ഈ വചനം ഞാൻ പ്രസംഗിക്കുമ്പോൾ ആമേൻ, ഇന്ന് പകൽ ചില കുടുംബങ്ങൾക്കകത്ത് ചില ദൈവത്തിന്റെ കരുതലുകൾ ഇറങ്ങുകയാണ്, ദൈവത്തിന്റെ സംരക്ഷണം ഇറങ്ങുകയാണ്. നിനക്കാരുമില്ലെന്ന് നീ കരയരുത്, നീ ഭാരപ്പെട്ടു പോകരുത്, നീ ഒതുങ്ങി പോകരുത്, നീ നിരാശപ്പെട്ടു പോകരുത്, നീ പ്രാർത്ഥന കുറഞ്ഞു പോകരുത്, ആരാധന കുറഞ്ഞു പോകരുത്, തീഷ്ണത കുറഞ്ഞു പോകരുത്. ഇന്ന് പകൽ നിനക്ക് വേണ്ടി കരുതുന്ന ഒരുവൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നിന്നെ അനാഥനായി, നിന്നെ അനാഥയായി വിട്ടുകളയത്തില്ല. ആരെല്ലാം നിന്നെ ഒറ്റ
കുറ്റപ്പെടുത്തിയാലും ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും എന്റെ കർത്താവ് പറയാ, ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നു. പക്ഷേ ഈ ഭൂമിയിൽ നിന്നെ കരുതുവാൻ പരിശുദ്ധാത്മാവിനെ അവൻ നിനക്ക് വേണ്ടി അവൻ തരികയാണ്. യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവിന്റെ കയ്യിൽ പുത്രനായ ക്രിസ്തു സാധാരണ ഒരു മനുഷ്യന്റെ കയ്യിലല്ല, സാധാരണ ഒരാളിന്റെ കയ്യിലല്ല ഇന്ന് പകൽ എന്നെയും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആരുടെ കയ്യിലാ? ഞാൻ പറയും, ഇന്ന് പകൽ ദൈവകുഞ്ഞെ തിരിച്ചറിഞ്ഞു വേണം പോകാൻ, ഈ വെളിപ്പാടിനകത്ത് കയറി വേണം പോകാൻ. ഇന്ന് പകൽ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു സാധാരണ വ്യക്തിയുടെ കയ്യിലല്ല. ആമേൻ. യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ എന്ന് പറഞ്ഞാൽ പാതാളത്തിലിറങ്ങി പാതാള ശക്തിയെ ജയിച്ച, പാതാളത്തിന്റെ ശക്തികളെ തകർത്ത, മരണപാശങ്ങളെ അഴിച്ച. ഇന്ന് പകൽ എനിക്കറിയത്തില്ല, ഇന്ന് പകൽ എനിക്കറിയത്തില്ല ഇതിനകത്ത് ആമേൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കുമ്പോ ഹല്ലേലൂയ ദൈവകുഞ്ഞേ ഇന്ന് പകൽ അവന് മഹത്വം കൊടുക്കുക. ഇന്ന് പകൽ മരണവാസങ്ങളെ അടിച്ച് പാതാള ശക്തികളെ തകർത്ത് അവൻ ജയോത്സവം കൊണ്ടാടിയ അവന്റെ ആത്മാവിന്റെ കയ്യിലത്രേ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിലും സൗണ്ടിൽ പറയാൻ എനിക്ക് പറ്റുന്നില്ല. ഇത് പതിയെ പറയാൻ പറ്റുകയില്ല, ഇത് പതിയെ പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇരിക്കുന്ന സുരക്ഷിതത്വം ഓർത്താൽ എനിക്കിത് പതിയെ പറയാൻ പറ്റുകയില്ല, നിന്ന് പറയാൻ പറ്റുകയില്ല. ആമേൻ. ഹല്ലേലൂയ. ലോകം മുഴുവനും എനിക്ക് നേരെ ഇളകി വന്നാലും ആമേ സ്തോത്രം. ഹല്ലേലൂയ. ആമേ കുടുംബക്കാരോ ദേശക്കാരോ സകലരും എന്റെ നേരെ ഇളകി വന്നാലും, ആമേൻ കാടിളക്കി പൈശാചിക മേഖലകൾ എനിക്ക് നേരെ എതിരായി വന്നാലും, ഇന്ന് പകൽ എന്റെ ധൈര്യം ഞാൻ ഇരിക്കുന്നത് ആരുടെ കരത്തിലെന്ന്, ഞാൻ സുരക്ഷിതമായ ഒരു കരത്തിൽ എന്റെ അപ്പൻ ഏൽപ്പിച്ചിട്ട് പോയതാ. തൊടുകല തൊടുകല തൊടുകല. ഇന്ന് പകൽ കുഞ്ഞേ നിന്റെ തലമുറയെ തൊടുകല, നിന്റെ കുടുംബത്തെ തൊടുകല, നിന്റെ നന്മകളെ തൊടുകല. ഇന്ന് പകൽ നീ സുരക്ഷിതമായ ഒരു കരത്തിലാണെന്ന് ഇന്ന് പകൽ നീ തിരിച്ചറിഞ്ഞാൽ, ചില മേഖലകൾക്കകത്ത് ചില നുഖങ്ങൾ ഇന്ന് പകൽ പോട്ടുന്നു, ചില കുടുംബങ്ങൾക്കകത്ത് പൈശാചിക നുഖങ്ങൾ പോട്ടുന്നു. ആമേൻ സ്തോത്രം. ഇന്നലെ വരെ നീ പുറകാട്ടിയെങ്കിൽ ഇന്ന് പകൽ ശത്രു നിനക്ക് പുറകാട്ടുമാറ് ഒരു വലിയ മഹത്വം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത സാന്നിധ്യം ഈ ഹോളിൽ ഇറങ്ങി നിൽക്കുന്നെന്ന് എനിക്കറിയാം. ഇന്ന് പകൽ അവന്റെ കരത്തിലാണ്. ദൈവകുഞ്ഞൻ നീയാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ നിന്നെ ഒരു ദുഃഖത്തിനും, പിന്നെ നിന്നെ ഒരു നിരാശയ്ക്കും, പിന്നെ നിന്നെ ഒരു താഴ്ചയ്ക്കും, പിന്നെ നിന്നെ ഒരു ആമേൻ അന്ധകാര ശക്തിക്കും തൊടുവാൻ കഴിയത്തില്ലെന്ന്. പാതാളത്തിൽ ഇറങ്ങിച്ചെന്ന് മരണവാസങ്ങള് അഴിച്ചവന്റെ കരത്തില ഇന്ന് പകൽ പുത്രനായ ക്രിസ്തു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവേ, ആമേൻ. അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ നീ എന്ത് ചെയ്യണം? നീ കാത്തുകൊള്ളണം. സ്തോത്ര. പരിശുദ്ധാത്മാവിന്റെ കാവൽ ഇതിനകത്ത് എത്ര പേര് അത് അനുഭവിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവിന്റെ കാവൽ ഇതിനകത്ത് അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? പരിശുദ്ധാത്മാവിന്റെ കാവൽ, പരിശുദ്ധാത്മാവിന്റെ കാവൽ, അവന്റെ പ്രൊട്ടക്ഷൻ, അതിനെ മറികടക്കാൻ ഒരു ഇരുട്ടിന്റെ ശക്തികൾക്കും ഒരു മാനുഷിക ശക്തികൾക്കും പറ്റില്ല, പറ്റില്ല, പറ്റില്ല. ഇന്ന് പകൽ ദൈവകുഞ്ഞെ നീ പറ, അതരം തുറന്ന് പറ, പിശാചേ ദൈവത്തിന്റെ കാവൽ കടന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രൊട്ടക്ഷനെ ആമേൻ ഭേദിച്ചുകൊണ്ട് നിനക്കെന്റെ വീട്ടിനകത്ത്, എന്റെ തലമുറ മേലോ, എന്റെ നന്മ മേലോ, എന്റെ അവകാശത്തിന്റെ മേലോ നിനക്ക് തൊടുവാൻ കഴിയില്ല. പരിശുദ്ധാത്മാവിനോട് പറയാ, പരിശുദ്ധാത്മാവേ നീ എന്റെ ജനത്തെ, ഈ നിത്യജീവനുള്ള ജനത്തെ നീ ആമേ കാക്കേണം. ഹല്ലേലൂയ. അടുത്ത വചനം വന്ന് അവരോടുകൂടെ ആമേ സ്തോത്ര. ഹല്ലേലൂയ. ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്ന ആമേ കർത്താവ് പറയാ,
ഓ സ്തോത്രം. അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ ഞാൻ കാത്തുകൊണ്ടിരുന്നു. ഇനി ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്, പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ കാത്തുകൊണ്ടിരുന്നത് ദൂട്ടന് തൊടാൻ പറ്റാത്ത വിധം. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. പിശാചിനെ തൊടാൻ പറ്റാതെ അവൻ നമ്മളെ കാത്തുകൊണ്ടിരുന്നു. ഞാൻ അവരെ സൂക്ഷിച്ചു, തിരുവെഴുത്ത് നിവർത്തി വരേണ്ടതിന്. ആ നാശയോഗ്യനല്ലാതെ എന്ന് പറഞ്ഞാൽ യൂദയല്ലാതെ ആരും എന്ത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ നിന്ന് ആർക്കും തട്ടിക്കൊണ്ടുപോകാൻ പറ്റിയില്ല. എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് അവൻ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല. ഓ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽ നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാമോ? അടുത്ത വചനം പറഞ്ഞു, ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, എൻ്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന്. ഇത് ലോകത്തിൽ വെച്ച് സംസാരിച്ചു. എന്താ പറഞ്ഞേ? എൻ്റെ സന്തോഷം. ആരുടെ സന്തോഷം? പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സന്തോഷം എവിടെയാകണമെന്നാ? സ്തോത്രം. നമ്മുടെ ദൈവത്തിൻ്റെ സന്തോഷം നമ്മുടെ ഉള്ളിലാകണമെന്ന്. എന്തിനാ ദൈവത്തിൻ്റെ സന്തോഷം നമ്മുടെ ഉള്ളിലാകുന്നേ? ഉള്ളിലല്ലേ പ്രശ്നം. സ്തോത്രം. എവിടെയാ ശത്രു നിരാശയിട്ടെ? എവിടെയാ ഭാരം ഇട്ടെ? സ്തോത്രം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായമാണെന്ന് തോന്നുന്നു. അതിലൊരു വാക്യമുണ്ട്, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ വാഴട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം 3-ാം അധ്യായത്തിലാണ്. ആമേൻ, സ്തോത്രം. ക്രിസ്തുവിൻ്റെ സമാധാനം ദൈവത്തിൻ്റെ ആഗ്രഹമേത്, ദൈവത്തിൻ്റെ ആശ, നമ്മളെ കുറിച്ചുള്ള ആശ. ദൈവത്തിൻ്റെ ആശ എന്താ? ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ. എങ്ങനെ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുന്നേ? കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ലോകം തരുന്നത് പോലെ. അപ്പൊ ദൈവത്തിൻ്റെ സത്യത്തിൽ ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടോ? ഉണ്ടോ? ഞാൻ പറയും, എനിക്ക് നിങ്ങളുടെ മുഖം കണ്ടിട്ട് തോന്നുന്നേ ഇല്ല. ക്രിസ്തുവിൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ? സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ആൻറ്റി സമാധാനം? സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ? സമാധാനം എന്ന് പറഞ്ഞാൽ സമാധാനം അല്ലേ? അതാണോ സമാധാനം? സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ? എന്താ സമാധാനം? ₹1,00,000 വൈകിട്ട് 5 മണിക്ക് കിട്ടണം. നമുക്കിപ്പോൾ എന്തില്ല? പറ. സമാധാനം ഇല്ല. 5 മണിക്ക് ₹1,00,000 ഒരാളിന് കൊടുക്കണം. ഇപ്പം നമ്മുടെ കയ്യിൽ 5 പൈസ ഇല്ല. ഇപ്പം നമുക്ക് എന്തില്ല? വൈകിട്ട് 5 മണിക്ക് കൊടുക്കാൻ ഒരിടത്തു നിന്ന് ₹1,00,000 നമുക്ക് കിട്ടി. അതിൻ്റെ പേരാണ് സമാധാനം അല്ലേ? ഹലോ അല്ലേ? അല്ലാതെ 5 മണിക്ക് ₹1,00,000 കൊടുക്കണം. സമാധാനം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ച് പോയെന്ന് പറഞ്ഞാൽ, എന്താണോ നിനക്ക് അസമാധാനം ഉണ്ടാക്കുന്നത് ആ വിഷയത്തിൻ്റെ പരിഹാരത്തിന് പറയുന്ന പേരാണ് എന്താ? അല്ലേ? അല്ലേ ആൻറ്റി? ദൈവം സമാധാനം തന്നെന്ന് പറഞ്ഞാൽ, ഇന്ന് പകൽ നീ ഏത് വിഷയത്തിന്റെ നടുവിലാണോ ഭാരപ്പെട്ടിരിക്കുന്നത് അതിന്റെ മറുപടിയുടെ പേരാണ് സമാധാനം. അല്ലാതെ സമാധാനം വരുമോ റോബർട്ട് ബ്രദറെ? അല്ലേ?
വൈകിട്ട് 5 മണിക്ക് 1 ലക്ഷം കൊടുക്കണം. സമാധാനം എന്ന് 10 പേര് വന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാവുമോ? സമാധാനം ഉണ്ടാക്കത്തില്ല. സമാധാനം എന്ന് പറഞ്ഞാൽ സ്തോത്രം ജോസ് പാഷ വന്നിട്ട് റോബർട്ട് ബ്രദറെ കിട്ടുമ്പോൾ തന്നാൽ അത് ഇത് ഇപ്പം തൽക്കാലം ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് അല്ലേ? എന്നിട്ടും കത്തുന്നില്ല. കർത്താവേ, ഇതിനകത്ത് നിന്റെ തീ ഇറക്കണേ. ഇതൊക്കെ എന്തോ ആകുലതകളാൽ ഇങ്ങനെ. സ്തോത്രം. സമാധാനം എന്ന് പറഞ്ഞാൽ ദൈവകുഞ്ഞ ഇന്ന് പകൽ നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്റെ നടുവില് അതിന്റെ റിസൾട്ട്, അതിന്റെ മറുപടി കിട്ടുന്നതാണ് സമാധാനം. കർത്താവ് ചുമ്മാ സമാധാനം തന്നിട്ട് പോയതല്ല. കർത്താവ് പറയേ, ഇന്ന് പകൽ നീ ഏത് വിഷയത്തിന്റെ നടുവിലാണോ നീ ഭാരപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിന്റെ നടുവിൽ എന്റെ സമാധാനം വരുന്നു എന്ന് പറഞ്ഞാൽ അതിന് പരിഹാരം വന്നെന്ന. ഇനി അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ടെന്ന. സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം അവരുടെ ഉള്ളിൽ പൂർണ്ണമാകണം. നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാകണം? സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ ആഗ്രഹം എന്താ? നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സന്തോഷം പൂർണ്ണമാകണം. നമ്മുടെ ഉള്ളിൽ സന്തോഷമുണ്ടോ? നമുക്കറിയാം, നമുക്ക് വലിയ സന്തോഷമൊന്നും, മുഖം കണ്ടാലേ അറിയാം വലിയ സന്തോഷമൊന്നും. പക്ഷെ ഇന്ന് പകൽ എൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ? ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ? നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സന്തോഷം പൂർണ്ണമാകണം. അല്പസന്തോഷമല്ല. ഇന്ന് പകൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങളിലൊരു പൂർണ്ണതയുണ്ടാകണം. ഞാൻ പറഞ്ഞു, എനിക്കറിയാം, ഞാൻ ഈ വചനം പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ മേൽ ആ പൂർണ്ണത അങ്ങ് വചനത്തിൻ്റെ ശക്തി. കർത്താവിൻ്റെ വചനം വന്നു. ആമേൻ. അവൻ്റെ വചനം പുറപ്പെട്ടാൽ ഒരു പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരത്തില്ല. അങ്ങനെങ്കിൽ ഇന്ന് പകൽ നിങ്ങളെ നോക്കി ഞാൻ പ്രവചിച്ചു പറയും, ഇവിടെ പറയുന്ന വചനം നിങ്ങളിലേക്ക് പുറപ്പെട്ടാൽ ഒരു പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരത്തില്ല. അങ്ങനെങ്കിൽ എന്റെ കർത്താവ് പറയാ, എന്റെ സന്തോഷം നിങ്ങളിൽ പൂർണ്ണമാകേണ്ടതിന് എവിടെയൊക്കെ ചില മേഖലകൾക്കകത്ത് ദൈവത്തിന്റെ സന്തോഷം പൂർണ്ണമാകും. ദൈവകുഞ്ഞ് ഈ ആരാധന കഴിഞ്ഞ് നീ പുറത്തിറങ്ങുമ്പോൾ നീ കേൾക്കുന്ന ചില മറുപടികൾ നിന്റെ സന്തോഷത്തെ അതിന്റെ പൂർണ്ണതയിലേക്ക് നടത്തുവാൻ. താങ്ക് യു ലോർഡ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പിശാച് പറയാ, നിന്റെ സന്തോഷം പൂർണ്ണമാകത്തില്ല, നീ ആഗ്രഹിച്ചത് നടക്കത്തില്ല, അത് നിനക്ക് ഈ വർഷം പറ്റത്തില്ല, എനിക്ക് സമയമെടുക്കും. ആമേൻ. സ്തോത്രം. നിരാശകൾ പറയുമ്പോൾ ആമേൻ, ഞാൻ പറയുന്നു, 2025 പ്രത്യേകത. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിരാശ പറയുന്നവരുമായിട്ട് ഒരു കൂട്ടുണ്ടാകരുത്, അതൊന്ന് കേൾക്കരുത്. നമ്മുടെ ആത്മീക വർധനവിനല്ലാതെ നിരാശപ്പെടുത്തുന്ന ഒരൊറ്റ വാക്കും അകത്ത് കെട്ടൽ തന്നെ ക്യാൻസൽ ചെയ്യണം. അത് വിശപ്പ് പറഞ്ഞാലും ക്യാൻസൽ ചെയ്യണം, ആര് പറഞ്ഞാലും ക്യാൻസൽ ചെയ്യണം. നമുക്കത് വേണ്ട. ആമേൻ. കർത്താവ് പിശാച് ആഗ്രഹിക്കുന്നത് നമ്മളെ നിരാശപ്പെടുത്തണം. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്നത് അവന്റെ സന്തോഷം നമ്മളിൽ എന്ത് ചെയ്യണം? നമ്മളിൽ പൂർണ്ണമാകണം. നമ്മൾ ദൈവത്തിന്റെ പക്ഷക്കാരാണോ പിശാചിന്റെ പക്ഷക്കാരാണോ? സ്തോത്ര. പിശാചിന്റെ പക്ഷക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇരുന്ന് ദുഃഖിച്ചോണം. ദൈവത്തിന്റെ പക്ഷക്കാരാണെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ പക്ഷക്കാരാണോ ഇന്ന് പകലിൽ ആനന്ദിക്കണം. ദൈവത്തിന്റെ പക്ഷക്കാരാണോ സന്തോഷിക്കണം. മുമ്പിൽ ഒന്നും കാണാനില്ല, പക്ഷെ കണ്ടുകൊണ്ട് അങ്ങ് സന്തോഷിക്കണം. ആമേൻ. മുമ്പിലൊന്നും ഇല്ല, പക്ഷെ കണ്ടങ്ങ് സന്തോഷിക്കണം. നിന്റെ അക്കൗണ്ട് ശൂന്യമായിരിക്കും, പക്ഷെ കണ്ട് സന്തോഷിക്കണം. ഇന്ന് പകൽ അങ്ങനെ സന്തോഷിക്കാമെങ്കിൽ കർത്താവ് പറയാ, പിശാചിന്റെ തങ്ങലകളെ ഞാൻ അഴിക്കും,
നിനക്ക് വിരോധമായി വെച്ചിരിക്കുന്ന എല്ലാ അതിരുകൾ ഇന്ന് പകൽ എന്റെ ദൈവം പൊട്ടിക്കും. എന്നിട്ട് പറയുകയാ, നിന്റെ സന്തോഷം, നിന്റെ സന്തോഷം, നിന്റെ തലമുറയെ കുറിച്ചുള്ള നിന്റെ സന്തോഷം അവൻ പൂർണ്ണമാക്കും. ഇന്ന് പകൽ ചിലരുടെ സന്തോഷം പൂർണ്ണമാകും, പൂർണ്ണമാകും, പൂർണ്ണമാകും. ഈ ഫെബ്രുവരി മാസത്തിൽ ചിലരുടെ സന്തോഷം അത് പൂർണ്ണമാകും. ഇനി നിന്നെ നിരാശപ്പെടുത്തി കൂട്ടിലടക്കാൻ പിശാചേ നിനക്ക് പറ്റത്തില്ല. ദൈവത്തിന്റെ ആഗ്രഹം ഞങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. ഇന്ന് പകൽ ഹല്ലേലൂയ, അത് സംഭവിക്കുന്നു, അത് സംഭവിക്കുന്നു. നിന്റെ സന്തോഷം ഇന്ന് പകൽക്കാലം അത് പൂർണ്ണമാകും, പൂർണ്ണമാകും. അതിനെ അപൂർണമാക്കുന്ന മേഖലകൾക്കകത്ത് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നു. അടുത്തെന്റെ കർത്താവ് പറയാ, അവരെ സ്തോത്രം, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായിക കൊണ്ട് ലോകം അവരെ പകയ്ക്കുന്നു. കർത്താവ് പറയാ, ഞാൻ ലൗകികനല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ലോകത്തിലുള്ളവനല്ല. എനിക്ക് തന്ന ജനവും ഈ ലോകത്തിലുള്ളവർ അല്ല. അതുകൊണ്ട് ലോകം അവരെ എന്ത് ചെയ്യും? സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് നിന്നെ പകയ്ക്കുന്നെങ്കിൽ ഓർത്തോണം, നീ ഇവിടത്തുകാരനല്ല, നീ ഉയരത്തിലുള്ള വ്യക്തിയാ. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത് പറഞ്ഞു, അവരെ സ്തോത്രം ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. എനിക്കറിയില്ല, ഇന്ന് പകൽ ദൈവമക്കളെ കർത്താവ് പറയാ, സ്തോത്രം, അവരെ ഈ ലോകത്ത് നിന്ന് എന്ന് പറഞ്ഞാൽ പുത്രന് കൊടുത്ത നമ്മളെ ഈ ലോകത്ത് നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ സന്തോഷം ഇന്ന് പകലിൽ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴും നമുക്ക് വേണ്ടി ഒരുവൻ അപേക്ഷിച്ചു കൊണ്ടിരിക്കുക. എന്താ? ദുഷ്ടന്റെ കയ്യിൽ. പിതാവേ, എൻ്റെ കുഞ്ഞുങ്ങളെ ദുഷ്ടന്റെ കയ്യിൽ കൊടുക്കരുത്. കർത്താവേ, എൻ്റെ ഹല്ലേലൂയ, എൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെ ദുഷ്ടന്റെ കയ്യിൽ കൊടുക്കരുത്. നമുക്ക് വേണ്ടി നിരന്തരം ഒരുവൻ സ്തോത്രം, ഹല്ലേലൂയ, അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ വേഗത്തിൽ ആ വാക്യങ്ങൾ വായിച്ചു വിടാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. ഹല്ലേലൂയ. സത്യത്താൽ അവരെന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ നിന്റെ വചനത്താൽ ദൈവമേ അവരെന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കണം. ഇന്ന് പകൽ ഈ വചനത്താൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കേട്ട ദുഷ്ടന്റെ വാക്കുകളാണ്. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ നിരാശപ്പെട്ടത്, അതുകൊണ്ടാണ് നമ്മൾ ഭാരപ്പെട്ടു പോയത്, അതുകൊണ്ടാണ് നമ്മൾ വീട്ടിനകത്ത് ഒതുങ്ങിപ്പോയത്, അതുകൊണ്ട് പല പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റാത്തത്. പക്ഷേ സ്വർഗത്തിലെ ദൈവം എൻ്റെ വചനത്താൽ ഞാൻ വിശുദ്ധീകരിക്കും. എന്താ അവൻ്റെ വചനം പറയുകയാ? സ്തോത്രം, നിന്റെ ഹൃദയത്തിൽ എൻ്റെ സന്തോഷം പൂർണ്ണമാകും. ഇത് വചനം കൊണ്ട് നമ്മളെ വിശുദ്ധീകരിക്കുകയാണ്, നമ്മളെ ശുദ്ധീകരിക്കുകയാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന്, നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് നമുക്ക് വേണ്ടി കർത്താവ് തന്നെ തന്നെ സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ഞാൻ പറയാം, നമ്മുടെ അകത്ത് മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന ക്രിസ്തുവുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഹല്ലേലൂയ. കർത്താവ് തന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് വേണ്ടി. കാരണം ഇതിനകത്ത് ഉള്ള കുന്നായ്മയും കൂട്ടായ്മയും സ്തോത്രം, ഹല്ലേലൂയ, പകയും നുണയും സ്തോത്രം എല്ലാം ഇരിക്കുന്ന ഈ ശരീരത്തിനകത്ത് കർത്താവ് പറയാ, സ്തോത്രം, നീ വിശുദ്ധനാകേണ്ടതിന് ഞാൻ എന്നെ തന്നെ നിന്നിലേക്ക് എന്ത് ചെയ്യുക? ഇല്ലെങ്കിൽ എന്നേ അവൻ നമ്മെ വിട്ടുപോയേനെ. സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹം കണ്ടോ? ഇന്ന് പകൽ നമ്മളെ ദൈവം സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ അളവ് നമുക്ക് വർണ്ണിക്കാൻ കഴിയത്തില്ല. അടുത്ത വാക്യം പറയുന്നു, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയും ഞാനതീയ അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും
ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ? പിതാവേ, പുത്രൻ പറയാ, പിതാവേ ഞാനും നീ ഒന്നായിരിക്കുന്നത് പോലെ നമ്മളും അവനിൽ എന്തായിരിക്കണം? കർത്താവിനോട് തുല്യം പറയാൻ നമുക്ക് എന്ത് യോഗ്യതയുള്ളേ? കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക, നമ്മളും കർത്താവിനെ പോലെ ആകണം. സ്തോത്രം. നമ്മളേത് സ്തോത്രം ഹല്ലേലൂയ, ഏത് കുലത്തിൽ ജനിച്ചു എന്നല്ല, എവിടെ നമ്മൾ ജനിച്ചു എന്നല്ല, നമ്മുടെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസം അല്ല കർത്താവ്. നമ്മൾ ആരോ ആയിക്കോട്ടെ, കർത്താവിൽ വിശ്വസിക്കുന്നവരെ അവനെ പോലെ ആകുവാൻ, അവനോട് ചേർത്ത് പിടിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇന്ന് പകൽ കർത്താവ് പറയാ, പിതാവേ നീ എനിക്ക് തന്ന മഹത്വം, ഹല്ലേലൂയ, നീ എനിക്ക് തന്ന മഹത്വം ഞാൻ എന്ത് ചെയ്തിരിക്കുക അവർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ മഹത്വത്തെ ദൈവം എന്ത് ചെയ്തിരിക്കുക. അയ്യോ സ്തോത്ര ഹല്ലേലൂയ, ആ മഹത്വം നമുക്ക് സ്തോത്ര ഹല്ലേലൂയ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവ് പറയാം, പിതാവേ നീ എനിക്ക് തന്ന മഹത്വം ഇപ്പം ഞാൻ എന്ത് ചെയ്തിരിക്കുക, എൻ്റെ കയ്യിൽ വെച്ചിട്ടില്ല. ആ മഹത്വം ഞാൻ എന്ത് ചെയ്യുക, ഞാൻ എൻ്റെ ജനത്തിന് കൊടുക്കുകയാണ്. ഇപ്പം മഹത്വം ആര് കയ്യിലാ? സ്തോത്രം ഹല്ലേലൂയ. ഈ മഹത്വം വെച്ചുകൊണ്ടിരിക്കരുത്, ഈ മഹത്വത്തെ നമ്മൾ ഉപയോഗിക്കണം. സ്തോത്രം. ലാസറിൻ്റെ വീട്ടിൽ യേശു വന്നു. യേശു വന്നിട്ട് പറഞ്ഞു, സ്തോത്രം. യേശു വന്നപ്പോഴേ മാർത്ത ഓടി വന്നിട്ട് പറഞ്ഞു, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ എന്ത് ചെയ്യത്തില്ലായിരുന്നു, മരിക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, സ്തോത്ര ഹല്ലേലൂയ, അവൻ മരിച്ചാലും ജീവിക്കും. അവൾ പറഞ്ഞു, ഒടുക്കത്തെ നാളിൽ അവൻ എന്ത് ചെയ്യും, അവൻ ഉയർത്തെഴുന്നേൽക്കും. കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ എന്ത് ചെയ്യും? വിശ്വസിച്ചാൽ നീ പിതാവിൻ്റെ മഹത്വം കാണും. ഹല്ലേലൂയ. സ്തോത്രം. അത് കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ അവൻ മഹത്വം കാണും. എന്നിട്ട് കല്ലറയുടെ മുമ്പിൽ സ്തോത്രം അടുത്ത് ചോദിച്ചു, അവനെ എവിടെയാ വെച്ചിരിക്കുന്നത്? സ്തോത്രം. മറിയ പറഞ്ഞു, വന്ന് കാണുക. കല്ലറയുടെ മുമ്പിൽ ചെന്നു. കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞു. മാർത്ത പറഞ്ഞു, അയ്യോ മാറ്റണ്ട, നാറ്റം വെച്ചിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, കല്ലുരുട്ടി മാറ്റുക. കല്ലുരുട്ടി മാറ്റി. അടുത്ത കർത്താവ് എന്താ ചെയ്തേ? ഒറ്റ വാക്ക് പറഞ്ഞു, ലാസറേ പുറത്തു വരിക. ആ മഹത്വം അകത്തു ചെന്നു. സ്വത്ര. കർത്താവ് എന്ന് പറഞ്ഞാൽ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ പിതാവിന്റെ മഹത്വം, കല്ലറക്കകത്ത് നീ പിതാവിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. കർത്താവ് ഒരൊറ്റ വാക്ക് പറഞ്ഞതേ ഉള്ളൂ. മരിച്ചു 4 ദിവസമായി നാറ്റം വെച്ചവൻ ഒരു യൗവനക്കാരന്റെ ശരീരവുമായി പുറത്തു വന്നു. ഇനി സ്തോത്രം പറയാൻ പറ്റുമെങ്കിൽ ഇനി ഒരു നല്ലൊരു സ്തോത്രം പറഞ്ഞോണം. അപ്പോ കർത്താവ് പറഞ്ഞു, ലാസറേ പുറത്തു വരിക. 4 ദിവസമായി നാറ്റം വെച്ചവൻ, ശരീരം അഴുകിയവൻ, ഒരു യൗവനക്കാരന്റെ ശരീരത്തോടു കൂടി അവൻ പുറത്തു വന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ മഹത്വത്തെ പിതാവിൽ നിന്ന് പുത്രനിൽ കിട്ടിയ മഹത്വത്തെ അവൻ തന്നെ സഭയ്ക്ക് കൊടുത്തു. ഹലോ, ഇപ്പൊ സ്തോത്രം പറയും. നല്ലൊരു സ്തോത്രം പറഞ്ഞോണോ? മനസ്സിലായവരും അത് ഹല്ലേലൂയ. ഇന്ന് പകൽ അത് മനസ്സിലായാൽ ആ മഹത്വം നിന്റെ മേലും വെളിപ്പെടും. ദൈവ കുഞ്ഞേ, പിതാവിന്റെ കയ്യിലിരുന്ന മഹത്വം പുത്രനെടുത്ത് കല്ലറക്കകത്തെറിഞ്ഞപ്പോൾ മരിച്ചവൻ ഉയർത്തെങ്കിൽ ആ മഹത്വത്തെ തന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തു. ഇന്ന് പകൽ ദൈവ കുഞ്ഞ്, ആ മഹത്വം നിന്റെ കയ്യിലുള്ളിടത്തോളം കാലം നിന്റെ മുമ്പിൽ അടക്കപ്പെട്ട കല്ലുകൾ അത് സ്വലമേ തുറക്കും. നാറ്റം വെച്ചാലും അതിനെ സൗരഭ്യമാക്കി മാറ്റുവാൻ ഒരു മഹത്വം നിന്റെ തലമേലുണ്ട്. ഒരു മഹത്വം നിന്റെ വീട്ടിനകത്തുണ്ട്. ഒരു മഹത്വം നിന്റെ മേലുണ്ട്. ഇന്ന് പകൽ പിശാചിന്റെ കൂട് പൊളിയട്ടെ, അവന്റെ പദ്ധതികൾ തകരട്ടെ. ഇന്ന് പകൽ ആ മഹത്വം നിന്റെ മേൽ വെളിപ്പെട്ട, നിന്റെ മുമ്പിൽ അടക്കപ്പെട്ടത് ഇന്ന് പകൽ തുറന്നു വരും. നിന്റെ മുമ്പിൽ തുറന്നു വരും. ആ മഹത്വം വെളിപ്പെട്ട, ആ മഹത്വം നിന്റെ ആദരത്തിൽ നിന്ന് ഇന്ന് പകൽ പുറപ്പെടട്ടെ.
ചില കല്ലറകൾ തുറക്കട്ടെ, ചില അടഞ്ഞ വാതിലുകൾ തുറക്കട്ടെ, ചില സ്തോത്രം, ചില തടകൾ മാറിപ്പോകട്ടെ, ചില ബന്ധനങ്ങൾ അഴിയട്ടെ, ചില നുകകൾ തകരട്ടെ. നിനക്ക് വിരോധമായി ശത്രു കെട്ടിവെച്ചത് ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. ആ മഹത്വം നിന്റെ മേൽ കിടക്കുന്നിടത്തോളം ഹല്ലേലൂയ, ഒരു കല്ലറയ്ക്ക് നിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുകയില്ല. ഒരു കല്ലറയ്ക്ക് നിന്റെ മേൽ നിൽക്കാൻ പറ്റുകയില്ല. കല്ലറകൾ തുറക്കും, കല്ലറകൾ തുറക്കും. അടച്ചു വെച്ചത് തുറന്നു വരും, നാറ്റം വെച്ചത് സൗരഭ്യമാകും. ഈ മഹത്വം നിന്റെ മേലുണ്ടോ? ആമേൻ. കർത്താവ് പറയാ, ആമേൻ, പിതാവേ, നീ എനിക്ക് തന്ന മഹത്വം ഞാൻ എന്റെ സഭയ്ക്ക് കൊടുക്കുന്നു. ഈ മഹത്വം ദൈവകഞ്ഞ നീ ഉപയോഗിക്കാമെങ്കിൽ ആമേൻ സ്തോത്രം, നാറ്റം വെച്ചത് സൗരഭ്യമായി മാറും. ആമേൻ സ്തോത്രം, വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, അവൻ ഉയർത്തെഴുന്നേക്കും, അവിടെ ഇടങ്ങേറും. അത് ശരിയാ, പക്ഷേ ഇപ്പൊ നടക്കുകയല്ല, ഇടങ്ങേറ. കല്ലുരുട്ടി മാറ്റരുത്, നാറ്റം വരും, ഇടങ്ങേറ. എന്നാ ഈ മഹത്വം കയ്യിൽ വെച്ചോണ്ട് ഇടങ്ങേറ് പറഞ്ഞുകൊണ്ട് നടക്കണം. എന്ത് പറഞ്ഞാലും മൈനസ് അല്ലാതെ അത് അതിപ്പം നടക്കൂല, അതിപ്പോൾ പറയാൻ പറ്റിയില്ല. സ്തോത്രം. ഈ മഹത്വം കയ്യിൽ വെച്ചോണ്ട് എറിയണം. എവിടെയാ അടച്ചു വെച്ചിരിക്കുന്നത്? അവിടെ നിന്റെ കയ്യിലിരിക്കുന്ന മഹത്വത്തെ കർത്താവേ, ആമേൻ, അങ്ങ് ഞങ്ങളുടെ കയ്യിൽ തന്ന ഈ മഹത്വത്തെ ഇന്ന് പകൽ എൻ്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിൽ ഈ മഹത്വത്തെ ഞാൻ എറിയുകയാണ്. ആ മഹത്വം പുറപ്പെട്ടു ചെല്ലട്ടെ. ഞാൻ പറയാം, നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ നമുക്ക് ഒരു പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരിക. കാരണം എന്താ? പിതാവ് പുത്രന് കൊടുത്ത മഹത്വം ഇപ്പൊ എവിടെ ഇരിക്കുന്നേ? ഇത് നമ്മുടെ കയ്യിൽ. ഒരിക്കൽ മകൻ വിദേശത്ത് നിന്ന് അപ്പന് ചെക്ക് അയച്ചു കൊടുത്തു. അപ്പന് ചെക്ക് എന്താണെന്ന് അറിയത്തില്ല. എല്ലാ മാസവും വരുന്ന ചെക്ക് അപ്പനെടുത്ത് ഓലപ്പുരയുടെ സൈഡിൽ ചുരുവി വെക്കും. എന്നിട്ട് അപ്പം പട്ടിണിയും പരിതാപമാണ്, ആഹാരത്തിന് വഴിയില്ല. പക്ഷെ എല്ലാ മാസവും മകൻ അപ്പന് ചെക്ക് അയച്ചു കൊടുക്കും. ആമേൻ. വർഷങ്ങൾക്ക് ശേഷം ആമേൻ മകൻ വന്നപ്പോൾ അപ്പൻ ആമേൻ സ്തോത്രം, ഒട്ടിവലിഞ്ഞ ശരീരവും മരണത്തോട് മല്ലടിക്കുന്ന രീതിയിൽ അപ്പൻ കിടക്കുകയാണ്, കീറപ്പായിൽ കിടക്കുകയാണ്. നല്ല ആഹാരമില്ല, നല്ല വസ്ത്രമില്ല, നല്ല പാർപ്പിടമില്ല. ആമേൻ സ്തോത്രം. മകൻ വന്നു, അപ്പൻ്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് ചോദിച്ചു, അപ്പാ, ഞാൻ എല്ലാ മാസവും അപ്പന് പൈസ അയച്ചു തന്നില്ലേ, എന്താ അപ്പൻ ആഹാരം വാങ്ങിച്ച് കഴിക്കാത്തേ? ആമേൻ സ്തോത്രം. അപ്പം പറഞ്ഞു, നീ എന്നാ എനിക്ക് പൈസ അയച്ചു തന്നേ? ആമേൻ. ഞാൻ പറഞ്ഞു, അപ്പാ, എല്ലാ മാസവും ചെക്ക് ഞാൻ അയച്ചു തന്നില്ലേ? എന്താ ചെക്ക്? ഈ പേപ്പറാണോ? എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, അപ്പാ, ഇത് ബാങ്കിൽ കൊണ്ടുപോയാൽ അപ്പന് സുഖമായി ഇവിടെ ജീവിക്കാനുള്ള എല്ലാ നന്മയും ഞാൻ അയച്ചു തന്നു. പക്ഷെ അപ്പൻ ഇത് ചെക്കാണെന്നോ ഇത് മാറിയാൽ പൈസ കിട്ടുമെന്നോ അറിയത്തില്ല. ഈ മഹത്വം നമ്മൾ പ്രാപിച്ചിട്ട് ഈ അപ്പച്ചനെ പോലെ ഇരിക്കുക. ഇത് പ്രവർത്തിക്കാൻ കഴിയാതെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ വീണ്ടും കർത്താവേ സഹായിക്കണോ? ഞാൻ പറയുന്നത് ഇന്ന് പകൽ ജോസ് പാസ്റ്ററുടെ വാക്കല്ല, വചനം പറഞ്ഞ, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് ആ മഹത്വം തന്നിരിക്കുന്നു. ഇനി ഈ മഹത്വത്തെ നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്ര. അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ നോക്കി ദൈവകുഞ്ഞെ നിന്റെ വായി തുറന്ന് വിളിച്ചു പറയണം, അതെനിക്ക് വേണ്ടി തുറന്നു വരട്ടെ, എനിക്കൊരു തലമുറ ഉണ്ടാകട്ടെ, എനിക്കൊരു വാതിൽ തുറന്നു വരട്ടെ, ഈ പട്ടണത്തിൽ എനിക്ക് വേണ്ടി നന്മകൾ വെളിപ്പെട്ടു വരട്ടെ, എന്റെ തലമുറയ്ക്ക് വേണ്ടി ഭാവി തുറക്കപ്പെട്ട
ഒരു നല്ല സ്തോത്രം പറഞ്ഞ ദൈവ കുഞ്ഞ്. ഹല്ലേലൂയ. നിന്റെ ഭാവി തീരുമാനിക്കുന്ന പിശാചല്ല. നിന്റെ ഭാവി തീരുമാനിക്കുന്നത് ആമേൻ സ്തോത്രം അയൽപക്കത്തുള്ളവരല്ല. നിന്റെ ഭാവി തീരുമാനിക്കുന്നത് നിന്റെ ഓഫീസിലെ ആമേൻ നിന്റെ ബോസ് അല്ല. ഇന്ന് പകൽ ദൈവകുഞ്ഞ നിന്റെ ഭാവി തീരുമാനിക്കാൻ നിനക്ക് അവകാശമുണ്ട്. ഇന്ന് പകൽ നിന്റെ ഭാവിയെ നോക്കി നീ വിളിച്ചു പറ. നിന്റെ കുടുംബത്തെ നോക്കി വിളിച്ചു പറ. നിന്റെ ഭാര്യയെ നോക്കി വിളിച്ചു പറ. നിന്റെ ഭർത്താവിനെ നോക്കി വിളിച്ചു പറ. നിനക്ക് വരാൻ പോകുന്ന ഭാവിയെ നോക്കി നീ വിളിച്ചു പറ. മഹത്വം പുറപ്പെടട്ടെ. ഇന്ന് പകൽ മഹത്വം പുറപ്പെടട്ടെ. നിന്റെ ഞെരുക്കത്തെ നോക്കി വിളിച്ചു പറ. എന്റെ ദൈവത്തിന്റെ സമൃദ്ധി അത് വെളിപ്പെട്ടു വരട്ടെ. ഇത് വിളിച്ചു പറയുമ്പോൾ നിന്റെ ചുറ്റിലും നിൽക്കുന്ന എല്ലാ ദാരിദ്ര്യത്തിന്റെ സ്പിരിറ്റ് ഇന്ന് പകൽ നിന്നെ വിട്ടുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഇന്ന് പകൽ ഞാൻ പറയാം, ഇന്നലെ വരെ ദൈവകുഞ്ഞ് നീ ചിലപ്പോൾ ഞെരുക്കത്തിലൂടെ ആയിരിക്കാം. ഇന്നലെ വരെ നീ നിരാശപ്പെട്ടായിരിക്കാം. ഇന്നലെ വരെ നീ വേദനപ്പെട്ടായിരിക്കാം. പക്ഷെ ഇന്ന് പകൽ പറ, ഈ വചനം എനിക്ക് കിട്ടിയെങ്കിൽ ഇന്ന് പകൽ എന്റെ മുമ്പിൽ ഈ വചനം വെച്ച് വാതിലുകൾ തുറക്കട്ടെ. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? ഐക്യത്തിൽ. ആമേൻ, ഹല്ലേലൂയ. ഐക്യതയിൽ നമ്മൾ എങ്ങനെയുള്ളവരാകണം? ആമേൻ, കുറഞ്ഞവരാകരുത്, നമ്മൾ തികഞ്ഞവരാകണം. ആമേൻ. അടുത്ത കർത്താവ് പറഞ്ഞ, പിതാവേ, നീ ഈ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചത് കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന്. കർത്താവ് പറയാ, ഞാൻ ഇരിക്കുന്നിടത്ത് ആമേൻ സ്തോത്ര ഹല്ലേലൂയ അവരും എന്നോട് കൂടെ ഇരിക്കണം എന്ന് ഞാൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആഗ്രഹം ആമേൻ സ്തോത്രം ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ തീർന്നു പോകുവാനല്ല. ദൈവം ആഗ്രഹിക്കുക അവനോടൊപ്പം എല്ലാ കണ്ണുകളും അട. എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു പപ്പ. ഒരു നിമിഷം നമ്മളെ കണ്ണുകൾ അടച്ച് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവേ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആഗ്രഹം, പിതാവേ, ദുഷ്ടൻ അവരെ തൊടാതെ വണ്ണം നീ അവരെ കാത്തുകൊള്ളേണ്ടതിന് ഞാൻ അപേക്ഷിക്കുന്നു. ഇന്ന് പകൽ ശക്തനായ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ ദൈവം നമ്മളെ സുരക്ഷിതമാക്കി വെച്ചിട്ട്, അവൻ എന്തിനാ ദൈവം നമ്മളെ സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്നത്? എന്തിനാ നമുക്ക് നിത്യജീവൻ തന്നത്? ഈ കണ്ടതല്ല ആമേൻ സ്തോത്ര ഹല്ലേലൂയ, കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തത് നിത്യം. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ എൻ്റെ അപ്പൻ നമുക്ക് വേണ്ടി ഒരു രാജ്യമൊരുക്കി. ആമേൻ. നമുക്ക് വേണ്ടി പിതാവിൻ്റെ മഹത്വത്തെ കാണേണ്ടതിന് ആമേൻ സ്തോത്ര പുത്രൻ്റെ ആഗ്രഹം, അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവൻ ഇരിക്കുന്നിടത്തൊന്നും ഞാനും നിങ്ങളും ഇരിക്കണമെന്നുള്ളത്. ഈ ഭൂമിയിൽ കൊണ്ട് തീർന്നു പോകുന്നില്ല, ഈ ആകാശത്തിൻ്റെ കീഴിൽ കാണുന്നതിൽ ഒതുങ്ങിപ്പോകാനല്ല, ഇവിടം കൊണ്ട് തീർന്നു പോകാനല്ല. സകല മനുഷ്യർ ഇവിടം കൊണ്ട് ഒതുങ്ങിപ്പോകുമ്പോൾ എൻ്റെ കർത്താവ് പറയാ, ഇല്ല. ആമേൻ സ്തോത്രം. നിത്യതയിൽ എൻ്റെ പിതാവ് എനിക്ക് തന്ന സകല മഹത്വവും എനിക്ക് തന്ന എൻ്റെ മക്കൾ കാണേണ്ടതിന്, എൻ്റെ ഒപ്പം അവരും ഇരിക്കേണ്ടതിന്. ആമേൻ സ്തോത്ര ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് പകൽ ആ ദൈവത്തിൻ്റെ അടുക്കൽ ഇരിപ്പാൻ നമ്മളാരും യോഗ്യരല്ല. പക്ഷെ അവൻ നമ്മളെ യോഗ്യനാക്കി അവൻ്റെ നിത്യജീവനെ തന്നു. ആമേൻ സ്തോത്രം. അവൻ നമ്മളെ ശുദ്ധീകരിച്ചു, അവൻ നമ്മളെ വിശുദ്ധീകരിച്ചു. ആമേൻ. നമ്മൾ വിശുദ്ധീകരിക്കപ്പെടാൻ അവനും ആമേൻ സ്തോത്രം തന്നെ വിശുദ്ധീകരിച്ച് നമുക്ക് വേണ്ടി ആമേൻ സ്തോത്രം കർത്താവ് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. ഇന്ന് പകൽ ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ആമേൻ സ്തോത്രം. ആ മഹത്വം ആമേൻ സ്തോത്രം പിതാവ് പുത്രന് കൊടുത്ത മഹത്വം ഇന്ന് പകൽ നമ്മുടെ കയ്യിൽ തന്നിട്ട് സുരക്ഷിതമായി പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചത്.
അവൻ ഒടുവിലത്തെ നാളിൽ ഞാനും നിങ്ങളും അവൻ്റെ അരികിലിരിക്കണം. ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സകല മഹത്വവും നന്മകൾ കാണേണ്ടതിന് ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.